നീ പറഞ്ഞ സാധനം എനിക്ക് പറയാനുള്ളൂ. ഇത്ര ഇതിന്റെ ഇടയിൽ എനിക്കിത് വന്നാൽ പിന്നെ എനിക്ക് മറുപടിക്ക് ആവശ്യമില്ല. നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോ എത്ര പേർക്ക് പ്രചോദനമായിരിക്കുന്നു അറിയോ? ഫ്രണ്ട്സ് ആവുമ്പോ എങ്ങനെ നിൽക്കണം? കോമ്പറ്റീഷനിലാണ്, ടോപ്പ് 5 നിൽക്കുന്ന 2 പേരാ. എന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇല്ലാതെ അങ്ങോട്ടും. നമസ്കാരം, ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ് ആണ്. നിങ്ങൾ 2 ക്ലിപ്പ് കണ്ടു അല്ലേ? ഫസ്റ്റ് ക്ലിപ്പ് സായി, ജാസ്മിൻ, സിജോ ഇവർ 3 പേരും കൂടി ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് അവർ ഡിസ്കസ് ചെയ്യുന്നത് എന്താ പറയുക, അവർക്ക് എന്താ പറയുക, നമുക്ക് കാണാൻ ഒരു, ഞാൻ എന്തുകൊണ്ടത് പറയാനുള്ള റീസൺ അറിയോ? ഇത് കഴിഞ്ഞിട്ടൊരു ക്ലിപ്പും കൂടി കാണിച്ചു അല്ലേ? അൻസിബ, ഋഷി, അഭിഷേക് കൂടി സംസാരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് അവരുടെ കാര്യം സംസാരിക്കാം, അത് കഴിഞ്ഞ ശേഷം സായിയുടെയും ഇവരുടെ കാര്യത്തേക്ക് വരാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻ്റ് ആണ് ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6. നമ്മൾ ബിഗ് ബോസ് നല്ല ഏതൊരു റിയാലിറ്റി, ഇതുപോലത്തെ റിയാലിറ്റി ഷോ എല്ലാ സീസൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും അവർ തമ്മിൽ ഇത്രയധികം ദിവസം നിന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ടായിട്ടുള്ള ബോണ്ടും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് ക്ലിപ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലിപ്പുകളിൽ ഒന്നാണ്, അല്ലെങ്കിൽ 3 പേരും എൻ്റെ ഫേവറേറ്റ് ആൾക്കാരാണ്, ഇഷ്ടപ്പെട്ട വ്യക്തികളാണ്. അൻസിബയാണെന്നുണ്ടെങ്കിൽ, ഋഷി ആണെന്നുണ്ടെങ്കിൽ, അഭിഷേക് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വിഭാഗത്തിന് അവിടെ രണ്ടാമത്തെ സംഗതി കാണിച്ചത്. ഫസ്റ്റ് ഞാൻ വേറൊരു ഗ്യാങ്ങും കാണിച്ചു. ഈ 2 ഗ്യാങ് ആട്ടോ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അതിൽ ഈ രണ്ടാമത്തെ ഗ്യാങ്ങായിട്ടുള്ള അഭിഷേകും അൻസിബ, ഋഷി, ഇവർ 3 പേര് സംസാരിക്കുമ്പോൾ ഋഷി ഭയങ്കര ഇമോഷണലായിട്ട് പറയുകയാണ്. ഋഷിയെ പുറത്തുനിന്ന് വന്ന ആൾക്കാരുടെ പെരുമാറ്റ രീതി റിലേറ്റഡ് ആയിട്ടാണ് ഋഷീനെ അവിടെ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അൻസിബ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സംഭവത്തിൽ അൻസിബ ഋഷിനോട് പറയുകയാണ്, ഞാൻ പോയതിന് ശേഷം നീ ഒറ്റയ്ക്കല്ല, കാരണം വെച്ചാൽ നിന്നെ വളരെ സേഫ് ആയിട്ടുള്ള ഹാൻഡ്സ്, അല്ലെങ്കിൽ നിന്നെ ഒരു ചേച്ചി എന്നുള്ളൊരു ബന്ധത്തിലാണ് അൻസിബ പറയുന്നത്. നിന്നെ വളരെ മനസ്സിലാക്കുന്ന, കെയർ ചെയ്യുന്നൊരു വ്യക്തിയുടെ കൂടെ ഞാൻ ഏൽപ്പിച്ചിട്ടല്ലേ നിന്നെ പോയിട്ടുള്ളത്. നീ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഇന്ന് ടോപ്പ് 5 നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ അല്ലേ? നിങ്ങൾ തമ്മിൽ എത്രത്തോളം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം അറിയാം. പ്ലസ് നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ടോപ്പ് 5 എത്തി നിൽക്കുന്ന ഗെയിം ഷോ, റിയാലിറ്റി ഗെയിം ഷോ ആയിട്ടുള്ള ബിഗ് ബോസ് മലയാളം സീസൺ 6 പോലത്തെ ഒരു ഷോയിൽ ടോപ്പ് 5 എത്തി നിൽക്കുന്ന 2 പേരാണ്. അത് 2 കോമ്പറ്റീറ്റേഴ്സാണ് അല്ലേ? 2 മത്സരാർത്ഥികളാണ്. ഇവർ തമ്മിലുള്ള ഷെയർ ചെയ്യുന്ന ആ ബോണ്ട്, ഇവർ തമ്മിൽ കമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വോട്ടിന് വേണ്ടി കമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്നെക്കാളും എനിക്ക് വോട്ട്. പക്ഷേ ആ സമയത്ത് പോലും അവർ അത്രയും നല്ല രീതിയിൽ ഋഷീനെ, അഭിഷേകം ഋഷിയും കെയർ ചെയ്ത് പോകുന്നത്, എസ്പെഷ്യലി അഭിഷേക് ഋഷീനെ പറയാതിരിക്കാൻ മതി. അഭിഷേക് ഋഷീനെ കെയർ ചെയ്ത് പോകുന്ന ഒരു കോമ്പറ്റീറ്റീവ് മെൻറ്റാലിറ്റി, ഒരു കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റി ഇല്ലാത്ത രീതിയിൽ ഒരു ബ്രദേഴ്സിൻ്റെ പോലെ, അല്ലെങ്കിൽ വളരെ ട്രൂ ഫ്രണ്ട്സിൻ്റെ പോലെ അവർ തമ്മിൽ ഷെയർ അവർ തമ്മിൽ ഉണ്ടാവുന്ന സംഗതികൾ പൊതുജനം കാണുന്നുണ്ട് എന്നുള്ളത് അൻസിബ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനാണ് ആ സെക്കൻഡ് ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, പക്ഷേ നമ്മുടെ ഫസ്റ്റ് ക്ലിപ്പിലേക്ക് പോകുന്നു വീണ്ടും. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചൊന്നറിയില്ല, ലൈവ് കണ്ടവർക്കറിയാം. സായി തിരിച്ചു വന്നതിന് ശേഷം, സായി പോകുന്ന സമയം വരെ ജാസ്മിൻ എന്തായിരുന്നു, അതല്ല സായി തിരിച്ചു വന്നതിന് ശേഷം ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പല ആൾക്കാരുടെ സിറ്റുവേഷനിൽ നമ്മളത് മലക്കം മറിച്ചിൽ കണ്ടിട്ടുണ്ട്, നമ്മളതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ സിജോ, ജാസ്മിൻ, ഈ ഒരു കാര്യങ്ങൾ അവർ ഇന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ള സായിൻ്റെയും ജാസ്മിനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും അവരറിയാലോ, അവർ പുറത്തുനിന്ന് തന്നെ പരിചയമുള്ള ആൾക്കാരാണ്. പിന്നെ ഇവർ സായി ഇതിനുള്ളിൽ കയറിയിട്ട് ജാസ്മിനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതായത് പുറത്ത് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഈ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ജാസ്മിന് വലിയ വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ അവിടെ ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് സായിനോട് ഒരു എതിർപ്പ്, അല്ലെങ്കിൽ സായിനോടൊരു വൈരാഗ്യം ഉള്ള പോലെ തോന്നി. കാരണം ചില സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തു, സായിനോട് പോയി കാര്യങ്ങൾ പറഞ്ഞു, എന്തിനാണ് ഇവ ഇത് ചെയ്തതെന്നുള്ളത് സോഷ്യൽ മീഡിയ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വെച്ചാൽ പൊതുജനം, നമ്മളിത് കാണുന്ന ആൾക്കാരാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളത്. ഇവർ പറഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നു നെക്സ്റ്റ് നോമിനേഷൻ തന്നെ വീണ്ടും സായിനെ നോമിനേറ്റ് ചെയ്യുന്നൊരു ജാസ്മിനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ജാസ്മിന് അവിടെ എവിടെയോ ഒരു വൈരാഗ്യ ബുദ്ധി, അവിടെ എന്താ പറയുക, ഒരു വൈരാഗ്യത്തിൻ്റെ ഒരു സംഗതി നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം സായി എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു എന്നുള്ള അറിയില്ല, ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് സായിയോടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ സായിയോടുള്ള ആ പെരുമാറ്റത്തിൽ വലിയൊരു ഡിഫറൻസ്, അല്ലെങ്കിൽ വലിയൊരു ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു കമൻറ്റ് ചെയ്യുക. ഞാൻ ശ്രദ്ധിച്ചതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ചിലപ്പോൾ ഈ പുറത്ത് നടന്നിട്ടുള്ള സംഗതികൾ അറിയാലോ നമ്മൾ, അതായത് സായി എന്തിനാണ് അതിൻ്റെ ഉള്ളിൽ പോയി പറഞ്ഞിട്ടുള്ളതെന്നുള്ളത്. സായി തന്നെ ആ വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇപ്പോൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഞാനതിൻ്റെ ഉള്ളിൽ പോയി പറയുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വോയിസ് ക്ലിപ്പിൽ നിന്ന് വളരെ എവിഡൻ്റ് ആണ്. ഈ സായി പറയില്ല എന്നത് അയാളുടെ ഇഷ്ടം, അയാളുടെ കാര്യം നമുക്കറിയില്ല. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും ആ വോയിസ് ക്ലിപ്പിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ ജാസ്മിൻ ജാഫറിൻ്റെ ഫാദർ ജാഫർ സാറ് പറഞ്ഞതിൻ്റെ ബേസിലാണ് സായിൻ്റെ ഉള്ളിൽ പോയി പറഞ്ഞിട്ടുള്ളത്. മോനെൻ്റെ മോളോട് ആവശ്യപ്പെടണം, അവളെയും നല്ല സ്ട്രോങ് ആയിട്ട് ഇത്ത പറയണം, മറ്റവനോട് പറയണം എന്നൊക്കെ പറഞ്ഞാൽ അവനെ വളരെ മോശമായിട്ടുള്ള തെറികളും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടാണ് ആ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ്
സായി എൻ്റെ ഉള്ളിൽ പോയി പറഞ്ഞിട്ടുള്ളൂ. ഒരുപക്ഷെ ചിലപ്പോൾ ജാസ്മിന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം, ഇതൊരു ഗെയിം ഷോ ആണ്, ഗെയിം ഷോ ഉള്ള സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇവൻ വന്ന് പറഞ്ഞിട്ടുള്ള സംഗതികൾ ഒരുപക്ഷെ എൻ്റെ ഗെയിമിന് തകർക്കാൻ ആ ഒരു കണ്ടീഷനിലായിരിക്കാം ജാസ്മിൻ അന്ന് രീതിയിൽ പെരുമാറിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം ഒരുപക്ഷെ ഗബ്രിയാണോ പറഞ്ഞത്, സിജോ പറഞ്ഞോ, അല്ലെങ്കിൽ സായി നേരിട്ട് പറഞ്ഞോ, ആര് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. പുറത്ത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ ജാസ്മിൻ്റെ ചെവിയിൽ എത്തിയിട്ടാണോ എന്നറിയില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ഗബ്രി വന്നതിന് ശേഷമായിരിക്കാം, ഗബ്രി പറഞ്ഞു കൊടുത്തായിരിക്കാം, നമുക്കതിൻ്റെ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് അറിയില്ല. ബിഗ് ബോസ് അതൊന്നും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ റൂമേഴ്സല്ല നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ചില സിറ്റുവേഷൻ കാണുമ്പോഴും ചില മെസ്സേജസും കാര്യങ്ങളും സോഷ്യൽ മീഡിയ ചർച്ചകളൊക്കെ കാണുന്ന സമയത്താണ് നമ്മൾ ചില ഇൻഫറൻസിലെത്തുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫറൻസിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ സായി റിലേറ്റഡ് ആയിട്ട്, സായി ജാസ്മിനെ ഉപദ്രവിക്കാൻ നോക്കിയ വ്യക്തിയല്ല. സായി സത്യം പറഞ്ഞാൽ ജാസ്മിനെ സഹായിക്കാൻ, അല്ലെങ്കിൽ ജാസ്മിൻ ജാഫറിൻ്റെ ഫാദറിൻ്റെ ഒരു മെസ്സഞ്ചർ പോലെ കാര്യങ്ങൾ ഉള്ളിൽ വന്നു. അത് പുറത്തു തരാൻ ഡിസ്കസ് ചെയ്യും. മുല്ലപ്പൂ ഏജൻ്റാണ് സായിനെ വിളിച്ചിരുന്നത്. അതുപോലെ പുറത്തുള്ള കാര്യങ്ങൾ ഉള്ളിലെത്തിക്കാൻ വേണ്ടി ചെയ്ത ഒരു സംഗതിയാണ്. അങ്ങനെ ആ ഉദ്ദേശത്തോട് പറഞ്ഞ കാര്യമാണെന്നുള്ളത് അവിടെ ജാസ്മിൻ്റെ ചെവിയിൽ എത്തി എന്നുള്ളതാണ് ഈ ഒരു കോൺവെർസേഷനിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിൻ്റെ ബാക്കിയാണ് ഇവർ ഒരു സ്പെഷ്യൽ കെട്ടിപ്പിടുത്തം, ഒരു സോറി പറച്ചിലിൻ്റെ കെട്ടിപ്പിടുത്തം, അതുപോലുള്ള ഇൻട്രാക്ഷൻ ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് തോന്നിപ്പോയി. സായും അത് നെവർ മൈൻഡായിട്ട് സാരില്ല എന്ന് പറയുന്നതാക്കുന്നു. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ക്രൂഷ്യലായിട്ടുള്ള ഒരു ഡിസ്കഷൻ അവിടെ വന്നു. ആ ഡിസ്കഷൻ്റെ ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. ആ ഡിസ്കഷൻ്റെ ക്ലിപ്പിൽ ഇവർ സംസാരിക്കുന്ന കാര്യം എന്തോ ഒരു പ്രത്യേക സംഗതി എന്താണെന്നുള്ളത് വളരെ റൂമേഴ്സ് വന്നിരുന്നു. ജാസ്മിന് ഫിലിമിൽ ചാൻസ് കിട്ടുന്നുണ്ട്, അതുപോലുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പല റൂമേഴ്സായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ആ ഓഡീഷനും കാര്യങ്ങളും കഴിഞ്ഞ സമയത്ത് അതിലേക്ക് നല്ല രീതിയിലേക്ക് പോകാനുള്ള സംഭവം, അതായത് ജാസ്മിനെ തേടി വളരെ നല്ല ശുഭകരമായിട്ടൊരു വാർത്ത എത്തുന്നു എന്നുള്ളത് ഗബ്രീൻ്റെ ഉള്ളിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട്, പുറത്ത് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി ജാസ്മിൻ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള സംസാരം പോലെയാണ് ഇവർ സംസാരിക്കുന്നത്. പറഞ്ഞു വെച്ചാൽ ഒരു പറഞ്ഞു വെച്ചാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള സംഗതികൾ പറയുന്നുണ്ട്. അത് ബിഗ് ബോസ് കഴിയുന്നതോടുകൂടി പ്ലാനിങ് ഇൻ ദ സെൻസ് ഇതുവരെ ആരൊക്കെയാണോ സൈബർ ഇടങ്ങളിൽ അറിയില്ല, ഇതുവരെ ആരൊക്കെയാണോ സൈബർ ഇടങ്ങളിൽ അവരെ വിഷമിച്ചിട്ടുള്ളത്, ഇതുവരെ ആരൊക്കെയാണോ അവരുടെ റിയൽ സംഗതികളിൽ, അതായത് ഭയങ്കര ക്ലോസ് ആയിട്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ തിരിഞ്ഞു കുത്തുന്ന സിറ്റുവേഷൻ ഉണ്ടായി. അവരൊക്കെ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടാണ് മാറിയെന്നുള്ള അവർക്കാർക്കും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള അങ്ങനത്തെ ആൾക്കാരുടെ ഉള്ളിൽ കയറിയിട്ടില്ല, അങ്ങനത്തെ മൂളുണ്ടായിരിക്കില്ല. ഇതെല്ലാം കൊണ്ടുപോയി എത്തുന്നത് ജാസ്മിൻ ജാഫറിനെ കംപ്ലീറ്റ് ഡിഗ്രേഡ് ചെയ്ത് അവരെ മാനം കെടുത്തി അവരെ മോശമാക്കി കൂടെ ഉണ്ടാകുന്ന ആൾക്കാർ തിരിഞ്ഞു കുത്തി എന്നൊക്കെ നല്ല രീതിയിലായിരിക്കാം. അപ്പോൾ ഇത് ഇവർ ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങിയിട്ട്, കാരണം വെച്ചാൽ വളരെ പ്രമുഖയായിട്ടുള്ളൊരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞു കേട്ടു, ഈ ഒരു സീസൺ കഴിഞ്ഞ് പുറത്തിറങ്ങട്ടെ, എല്ലാവർക്കുള്ള പണി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള പല സംസാരങ്ങളോടെ ഉണ്ടായി അല്ലേ. വളരെ സ്ട്രോങ് ആയിട്ട് ഭീഷണി പോലെയുള്ള സംസാരങ്ങളും കാര്യങ്ങളുണ്ടായി. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല, ആരൊക്കെയാണോ മോശം പറഞ്ഞിട്ടുള്ളത് അവർക്കെതിരെ കണക്കിന് പണി വരുന്നുണ്ട്, 8ൻ്റെ അല്ല 16ൻ്റെ പണി വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പലരോടും പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷനും ഓഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ പറയുകയാണ് ഇങ്ങനൊരു സംഗതി വരുന്നുണ്ട്. അപ്പോൾ നിനക്ക് ഭയങ്കര ഒരു സർപ്രൈസ്, ജാസ്മിനോട് പറയുകയാണെങ്കിൽ നിനക്ക് ഭയങ്കര ഒരു സർപ്രൈസ് വരുന്നുണ്ട്, ആ സർപ്രൈസ് ഉണ്ടെങ്കിൽ പിന്നെ പോട്ടെ എന്ന് പറയണം. ആ സർപ്രൈസ് ഉണ്ടെങ്കിൽ, അത് ജാസ്മിൻ പറയാണ്, ആ ഒരു സംഗതി സർപ്രൈസ് ഉണ്ടെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ പോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ മറുപടി കൊടുക്കും, ഇല്ലെങ്കിൽ ഞാൻ ബീസ്റ്റ് ആവും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അപ്പോഴാണ് പറയുന്നത് അതല്ലെങ്കിലും കൊടുക്കണം. കാരണം സായിയുടെ സീക്രട്ട് ഏജൻറ്റ് സായി സീക്രട്ട് ചേഞ്ച് ചെയ്ത് പരിണാമം പ്രാപിച്ചിട്ടുള്ള സായികൃഷ്ണൻ, അല്ലെങ്കിൽ സായികൃഷ്ണൻ സീക്രട്ട് ഏജൻറ്റ് സായികൃഷ്ണൻ എന്താണെങ്കിലും അൾട്ടിമേറ്റ്ലി ചങ്ങാതി സീക്രട്ട് ഏജൻറ്റായിട്ട് തന്നെ തുടരുന്നു എന്നുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു. പ്ലസ് ഇന്നിപ്പോൾ സംസാരിച്ച സമയത്തും അതിൻ്റെ ഉള്ളിൽ മനസ്സിലായി. കാരണം വെച്ചാൽ ആ ഒരു സംഗതി തന്നെ, അല്ലെങ്കിൽ ജാസ്മിനോടുള്ള വളരെ വാത്സല്യവും ജാസ്മിനോടുള്ള അടുപ്പവും കാരണം തന്നെ വളരെ ക്ലിയർ ആയിട്ട് ജാസ്മിൻ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്ന, ജാസ്മിനെ സ്ക്രൂ ചെയ്ത് കയറ്റേ വാട്ട് എവർ യു ക്യാൻ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ വിളിക്കാം, ജാസ്മിന് നല്ല ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് സീക്രട്ട് ഏജൻറ്റിൻ്റെ ഭാഗത്ത് കണ്ടിട്ടുള്ളത്. പ്ലസ് അതിനെ സപ്പോർട്ട് ചെയ്ത് ഗബ്രി കൊടുക്കുന്നുണ്ട്, എന്ത് വന്നാലും പറയണം എന്നുള്ള ഫസ്റ്റ് ആ ക്ലിപ്പ് കണ്ടാൽ നിങ്ങൾക്കറിയാം. ആ ക്ലിപ്പിൽ ലൈവ് കണ്ടവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം. കംപ്ലീറ്റ് കോൺവെർസേഷൻ ബിഗ് ബോസ് കാണിച്ചിട്ടില്ല. പക്ഷേ സത്യാവസ്ഥ ഇതാണ്, ജാസ്മിൻ എന്തോ ഒരു നല്ല സർപ്രൈസ് വരാൻ കിടക്കുന്നുണ്ട്. അതായത് ആ ഒരു സർപ്രൈസ് വരുന്നതോടുകൂടി അത് ജാസ്മിൻ്റെ പോസ്റ്റ് ബിഗ് ബോസ് ലൈഫ് ഈ വിവാദങ്ങളിൽ നിന്ന് മുന്നോട്ട് പോയി ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ഗബ്രി ശ്രമിച്ചിട്ടുള്ളത്. ഞാനത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ട് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഗബ്രി ജാസ്മിന് കൊടുക്കുന്ന സപ്പോർട്ട്, നല്ല ബുദ്ധി ജാസ്മിന് ഉപദേശിച്ച് കൊടുത്തിട്ട് ബിഗ് ബോസിന് ശേഷം നീ എന്ത് ചെയ്യണം, ആര് പറഞ്ഞാൽ കേൾക്കണം, നീ ഫാമിലി പറഞ്ഞ് കേൾക്കണം, അല്ലാണ്ട് അവരും പറഞ്ഞ് കേൾക്കരുത് എന്നുള്ള രീതിയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഗബ്രി ഉപദേശിച്ച് കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്പോൾ ചെയ്തിട്ടുള്ളൂ. അത് ലൈവ് കണ്ടവർക്കറിയാം. അതിൽ നിന്ന് വിപരീതമായിട്ടാണ് സീക്രട്ട് ഏജൻറ്റ് അതിനോട് വിളിച്ചത് പറഞ്ഞു കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. കാരണം പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൂട്ടി സ്പിരി കയറ്റിയിട്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കാനാണ് അറിയില്ല. നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നല്ല നമുക്കൊക്കെ കോണ്ടൻറ്റ് ആയിരിക്കാം. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഇത്രയധികം സൈബർ ബുള്ളിങ് ഫേസ് ചെയ്തൊരു വ്യക്തിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നീ ഇതിന് കാര്യങ്ങൾക്ക് നിൽക്കേണ്ട, എനിക്ക് നീ ബുദ്ധിമുട്ടാവുന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഗബ്രിയെ പോലെ ഒരു വ്യക്തിയാണ് അവിടെ എന്തുകൊണ്ടും വേണ്ടത്, ഒരാളുടെ ലൈഫിൽ വേണ്ടത്. അപ്പോൾ അവർക്കൊരു ഉയർച്ച ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ വീണ്ടും നെഗറ്റീവ് കാര്യങ്ങൾ കറങ്ങി തിരിഞ്ഞ് കളിക്കലേ ഉള്ളൂ അല്ലേ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു തന്നല്ലോ കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനൊരു ചർച്ച ഉണ്ടായിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ.